ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എൻ വഴി കുറവു തീർക്കൂ, എൻ വഴി കുറവു തീർക്കൂ. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എണ്ണുന്നൊഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. എണ്ണുന്നൊഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ, നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ. ഒന്നിലും ഭയപ്പെടില്ല, ഒന്നിലും ഭയപ്പെടില്ല. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. യഹോവ എൻ പരിപാലകൻ, വലഭാഗത്തെന്നും തണലും. യഹോവ എൻ പരിപാലകൻ, വലഭാഗത്തെന്നും തണലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും. ഒന്നും എന്നെ ബാധിക്കയില്ല, ഒന്നും എന്നെ ബാധിക്കയില്ല. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും.
കഷ്ടം കഴിയും, ഏഴാമത്തേതിലും കാക്കും. 6 കഷ്ടം കഴിയും, ഏഴാമത്തേതിലും കാക്കും. തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും, തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും. വൻകൃപയിൽ ദിനവും, വൻകൃപയിൽ ദിനവും. കഷ്ടങ്ങൾ തീർന്നിടാറായി, പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി, പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും, എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും, എൻ ജാമ്യക്കാരനുയരത്തിലും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലമായി ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതേ മനുഷ്യപുത്രൻ തന്നെയാണ് തൻ്റെ 1-ാമത്തെ വരവിൽ ഇക്കാര്യം പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു ആരാണ്? ആദിയും അന്തവുമില്ലാത്തവനാണ്. ആദി കണ്ടവൻ അന്തവും കണ്ടവനാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ക്രൈസ്തവ സമൂഹം, എവിടെ നോക്കിയാലും ആരാധനാലയങ്ങളുണ്ട്, കുരിശൻ തൊട്ടികളുണ്ട്, കൂട്ടായ്മകളുണ്ട്, കൂടിവരവുകളുണ്ട്. എവിടെയും മനുഷ്യൻ കൂട്ടമായി കൂടുന്നു, ആരാധിക്കുന്നു, എല്ലാം നടക്കുന്നു. എന്നാൽ ഭാവി കാണുന്നവനായ കർത്താവായ യേശുക്രിസ്തുവാണ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ആസന്നമായി എന്ന് സാമാന്യ ജ്ഞാനമുള്ള ഓരോരുത്തരും ലോകത്തിൻ്റെ ഗതിവിഗതികൾ കാണുമ്പോൾ അറിയുന്നുണ്ട്, കൃത്യമായിട്ടറിയാം. കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയോ? ഏറ്റവും പ്രധാന കാര്യം, കർത്താവിൻ്റെ 1-ാമത്തെ വരവിൽ പാപിയെ തേടി കർത്താവ് വന്നുവെങ്കിൽ 2-ാമത്തെ വരവിൽ വിശുദ്ധന്മാരെ തേടിയാണ് വരുന്നത്. പാപിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടതായ സകല ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്തു കഴിഞ്ഞു. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, പാപപരിഹാരം വരുത്തിക്കഴിഞ്ഞു. ഇനി വിശ്വാസത്താൽ ഓരോരുത്തരും സ്വന്തമാക്കിയാൽ മാത്രം മതി. എന്നാൽ ഇന്ന് വിശ്വാസികളുണ്ടോ? ഇന്ന് പ്രത്യാശയുണ്ടോ? കർത്താവ് 2-ാമത്തെ വരവിന് വേണ്ടി ഉടനെ വരുമെന്നും അതിനു വേണ്ടി ഞാൻ ഒരുങ്ങണമെന്നുള്ള പ്രത്യാശ എത്ര പേർക്കുണ്ട്? എത്ര പേർക്ക് ആ ലക്ഷ്യം വന്നിട്ടുണ്ട്? എന്നും ഈ ഭൂമിയിലേക്ക് നോക്കി, ഈ ഭൂമിയിൽ സമ്പത്തുണ്ടാകണം, പണമുണ്ടാകണം, ആരോഗ്യമുണ്ടാകണം, സ്വസ്ഥമായി സൂര്യമായി ജീവിക്കണം, ഇതല്ലേ ഇന്ന് മനുഷ്യൻ്റെ ലക്ഷ്യം. അതിനപ്പുറം അവൻ്റെ ചിന്തകൾ വളർന്നു വന്നിട്ടുണ്ടോ? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിൽ ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. നോഹ മുന്നറിയിപ്പ് കൊടുത്തതാണ് ജനത്തിന്. പ്രതികൂല സാഹചര്യമാണ്. നമുക്ക് ചിന്തിക്കാം, വിശ്വാസം ത്യജിക്കപ്പെടുന്നതായ ആ കാലത്ത്, ദൈവഭയമില്ലാതെ ഓരോ മനുഷ്യരും തോന്നിയതുപോലെ ജീവിക്കുന്ന ആ കാലത്ത്, പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നോഹ ഒരാൾ വിശ്വസ്തനായി നിന്നു, വിശ്വാസിയായി നിന്നു. സ്നേഹവാനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഊടാടി നോക്കുമ്പോൾ ഒരു വിശ്വാസിയെ കണ്ടു. നോഹയുടെ കാലത്ത് ഒരാളെ കണ്ടു, നോഹ. സ്തോത്രം. ഈ അന്ത്യകാല തലമുറയിലോ കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലത്തും കർത്താവ് നോക്കുന്നുണ്ട്. അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ കൈത്തിരിയായി ശോഭിക്കുന്ന ഒരു വെളിച്ചം കാണാനുണ്ടോ? എവിടെ കാണാനുണ്ട്?
ഈ ലോകം മുഴുവനും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾ ഊടാടുന്നുണ്ട്. ഒരു വിശ്വാസിയെ കണ്ടെത്താനുണ്ടോ? സഹോദരീ സഹോദരങ്ങളെ, ഈ ചോദ്യം നമ്മോടാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അന്ന് സംഭവിക്കും. അന്നൊരാൾ നിന്നെങ്കിൽ, അന്ന് അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ, അവിശ്വാസികളുടെ മധ്യത്തിൽ നോഹയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കഴിയും. വേണമെങ്കിൽ കഴിയും. നാം ആവശ്യക്കാരാണെങ്കിൽ കഴിയും. ആ ആവശ്യങ്ങൾ നമുക്ക് സാധിപ്പിച്ച് തരിക എന്നുള്ളതാണ് ദൈവകൃപ. സ്തോത്രം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കൃപയ്ക്ക് വേണ്ടി മുഴങ്കാലിരുന്ന് ഹൃദയം തുറന്ന് ദൈവസന്നിധിയിലേക്ക് നോക്കിയിരിക്കുന്നവർക്ക് സൗജന്യമായി കൊടുക്കുന്ന ദൈവിക ദാനമാണ് കൃപ. ഈ അന്ത്യകാലത്തും ആ കൃപയ്ക്കായി നിങ്ങളാരെല്ലാം കാത്തിരിക്കും? അന്ന് നോഹ 120 വർഷക്കാലം ഈ ഭൂമിയിൽ പ്രസംഗിച്ച് നടന്നു. നീതി പ്രസംഗിയായ നോഹ, ദൈവജനം അനുസരിക്കുന്നവനായ നോഹ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവം നശിപ്പിക്കും. ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കും, വെള്ളം കൊണ്ട് നശിപ്പിക്കും. കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം കൊടുത്ത വചനവുമായി നോഹ ഓടി നടന്നു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പെട്ടകം പണിതു. ജനത്തെ സംഹരിക്കുന്നതായ ആ ദൈവ കോപത്തിൻ്റെ മധ്യത്തിൽ വിശ്വാസിയായി നോഹ നിന്നുകൊണ്ട് വിശ്വസിക്കുവാൻ പ്രയാസമുള്ളതായ ഒരു പെട്ടകം നോഹ പണിതു. ദൈവം കൽപ്പിച്ചതുപോലെ. ദൈവം കൽപ്പിച്ചത് അതേപടി അനുസരിച്ചു എന്ന് അനേകം പ്രാവശ്യം വേദപുസ്തകം വായിക്കുന്നുണ്ട്. നോഹ അനുസരിച്ചു. പെട്ടകം പണി നടന്നുകൊണ്ടിരുന്നു. നോഹ സുവിശേഷം പറഞ്ഞ് ലോകമെമ്പാടും നടന്നു. ലോകമെമ്പാടും പെരുകിയ ജനത്തോട് നോഹ സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങൾ വേഗം മാനസാന്തരപ്പെട്ടുകൊള്ളുക, ഇല്ലെങ്കിൽ ജലപ്രളയം വരും, എല്ലാവരും നശിച്ചു പോകും. പക്ഷേ ഒരു മനുഷ്യനും വിശ്വസിച്ചില്ല. സത്യം വിളിച്ചു പറഞ്ഞാൽ അന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഇന്ന് വിശ്വസിക്കുമോ? ഇന്ന് അത്ര പോലും ഇല്ലാതായിരിക്കുന്നു. ഇന്ന് ആർക്ക് വേണം സത്യവചനം? ഇന്ന് ആർക്ക് വേണം ഈ സാരോപദേശങ്ങൾ? ആർക്കും കേൾക്കണ്ട. മുഖം തിരിക്കും, ചെവി തിരിക്കും. ഈ ലോകത്തിൻ്റെ പെരുമാറിലൂടെ നടക്കും, സുഖം ആസ്വദിക്കും, പണം സമ്പാദിക്കും. ജഡീകരായി പ്രാകൃതരായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇന്ന് നാം കാണുന്നു. നോഹ പ്രസംഗിച്ച് നടന്നു. അന്ന് ഓരോ മനുഷ്യർക്കും മനസ്സാന്തരപ്പെടുവാനുള്ളതായ കാലയളവ് ദൈവം വച്ചു. അന്ന് 900 വർഷമൊക്കെ ആയുസ്സുള്ള കാലമാണ്. മനുഷ്യന് ദീർഘായുസ്സുള്ള കാലമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയോടും പ്ലീഡ് ചെയ്തുകൊണ്ട് വാദിച്ചുകൊണ്ട് നിന്നു. ദൈവത്തിൻ്റെ ആത്മാവല്ലേ, സ്നേഹത്തിൻ്റെ ആത്മാവല്ലേ, ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത സ്നേഹം മാത്രമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നും ഓരോ ഹൃദയങ്ങളോടും വാദിച്ചുകൊണ്ട് നടന്നു. ഒറ്റ മനുഷ്യൻ ജപിക്കൊണ്ടില്ല. സാനം ആ ദൈവം തന്നെ പറഞ്ഞു, എൻ്റെ ആത്മാവ് സദാകാലവും അപമാനിതനാകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാൻ ദൈവം തന്നെ ഈ ഭൂമിയിലെ മനുഷ്യനോട് വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവനത് കേൾക്കണ്ട. അവനാ വഴി വേണ്ട, അവന് വിശ്വാസത്തിൻ്റെ വഴി വേണ്ട, അവന് പെട്ടകം വേണ്ട, അവന് ദൈവം വേണ്ട, അവന് ബാക്കിയെല്ലാം മതി. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്ര ശോചനീയമായ കാലം! അന്ന് ദൈവം ഒരു തീരുമാനമെടുത്തു. മനുഷ്യനവൻ്റെ വഴികളെ ക്രമീകരിക്കുവാൻ 120 വർഷം. അന്നത്തെ കാലത്ത് ദീർഘായുസുള്ള ആ കാലത്ത് മനുഷ്യന് ദീർഘായുസുണ്ട്. പക്ഷേ അവനെ തന്നെ ക്രമീകരിക്കുവാൻ അവന് ദൈവം ദാനമായി കൊടുത്തത് 120 വർഷം. എന്നാൽ മോശയുടെ കാലം വന്നപ്പോൾ അഹ്റോന്റെ ശവശരീരത്തിനരികിൽ നിന്നുകൊണ്ട് മോശ ധ്യാനിക്കുമ്പോൾ അന്ന് മനുഷ്യന് ആയുസ് 90 സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിലുണ്ട്, മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറിയാൽ 80 സംവത്സരം. ഈ ആയുസ്സാണ് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. എന്തിന്? ഒരുപക്ഷെ ആയുസ്സത്തിൽ കൂടുതൽ കണ്ടേക്കാം, കുറച്ച് കണ്ടേക്കാം. എന്നാൽ ദൈവം ഒരു മനുഷ്യന് ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ, അവൻ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അവൻ പറന്നു പോകുവാൻ വേണ്ടതായ സമയം 70 അഥവാ 80 വർഷം. ആ വർഷം ദൈവത്തിൻ്റെ ആത്മാവ് വാരിച്ചുകൊണ്ടിരിക്കും, മനുഷ്യ ഹൃദയങ്ങളോട് വാരിച്ചുകൊണ്ടിരിക്കും. ആരെല്ലാം ഇത് അറിയുന്നുണ്ട്? മനുഷ്യൻ അവൻ്റേതായ ഊടുവടികളിലൂടെ യാത്ര ചെയ്യുന്നു. ദൈവശബ്ദം കേൾക്കാൻ നേരമില്ലാതെ
അവൻ അവൻ്റെ വഴികളിലൂടെ ഊടാടി നടക്കുമ്പോൾ അവൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ദൈവം, നിത്യനായ ദൈവം. സത്യമാണത്. അവൻ ഓമനപ്പേറിൽ വിളിച്ചുകൊണ്ട് മകനെ മടങ്ങി വരിക, മകളെ മടങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ശബ്ദം എത്ര വർഷം കേൾക്കും? നീ എത്ര കേൾക്കാറ് നടന്നാലും നിന്റെ ആയുസ് തീരുന്നത് വരെ നിനക്കുള്ള 70 അല്ലെങ്കിൽ ഏറിയാൽ 80 വർഷമെന്ന് ദൈവം കൽപ്പിച്ചതായ 80 വർഷം നിന്റെ പിന്നാലെ നടക്കുന്ന ഒരു പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട്. നിനക്ക് തോന്നുന്നതുപോലെ നടക്കാം. എന്നാൽ ഈ പരിശുദ്ധാത്മ ശബ്ദം നീ കേൾക്കുന്നില്ലെങ്കിൽ, നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് നീ നിന്ന് കൊടുക്കുന്നില്ലെങ്കിൽ, നിനക്ക് വരാൻ പോകുന്നത് ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നിത്യനരകമാണ്. സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. നോഹയുടെ കാലത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ കാണുന്നു: മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവം മനഞ്ഞുണ്ടാക്കിയ ആദാമിനോട്, ദൈവത്തിൻ്റെ കൈപ്പണിയായ ആദാമിനോട്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചവനായ ആദാമിനോട്, അവന് ദൈവം തുണയായി കൊടുത്ത അവൻ്റെ ഭാര്യയോട്, അവരോട് ദൈവം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം, ദൈവം അവരെ അനുഗ്രഹിച്ചു: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഈ ഭൂമിയിൽ പെരുകി അതിനെ നിറച്ച് വാഴുക, അടക്കി വാഴുക. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സകലത്തെയും നിങ്ങൾ അടക്കി വാഴുക. മനുഷ്യൻ പെറ്റു പെരുകുവാൻ ദൈവം അവരെ അനുഗ്രഹിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചത്. വംശവർദ്ധനയ്ക്ക് വേണ്ടി ദൈവം അവരെയാക്കി, ഈ ഭൂമിയിലാക്കി, വലിയ പ്രതീക്ഷയോടെയാക്കി. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും മനുഷ്യനെയാക്കി ദൈവം അവരെ അനുഗ്രഹിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നാം കാണുന്നത് മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 2-ാം വാക്യത്തിൽ എന്താണെന്ന് വായിക്കുന്നത്? ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ദൈവഭയം നഷ്ടപ്പെട്ടു. ജനം വർദ്ധിച്ചു വന്നപ്പോൾ ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ. എന്താണിത്? ഏതാണിത്? പലർക്കും പറഞ്ഞുകൂടാ. പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ മാലാഖമ ദൂതന്മാരാണെന്നും മനുഷ്യരുടെ പുത്രന്മാരെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ മക്കളാണെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. തെറ്റാണ് ആ വ്യാഖ്യാനം. ശരിയായ വ്യാഖ്യാനം എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യം എടുക്കുമ്പോൾ, ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ദൈവത്തിൻ്റെ മകനായ ആദാം, ആദാമിൻ്റെ മകനായ ശേത്ത്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വംശാവലിയിൽ ആദാമിൻ്റെ മകൻ ശേത്താണ്. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെയും വംശാവലിയിൽ എഴുതിയിരിക്കുന്നത് ആദാം, ശേത്ത്, ഏനോസ്. ആദാമിൻ്റെ മകനായ ശേത്ത്, ഏനോസ്. അങ്ങനെയാണ് വംശാവലി എണ്ണുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മറന്നുപോകരുത്, ദൈവത്തിൻ്റെ വംശാവലി ദൈവത്തിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. ആ പുസ്തകത്തിൽ ആദാം ദൈവമുള്ള ബന്ധം വിട്ട്, രക്ഷയുടെ സന്തോഷം വിട്ട്, അവിശ്വാസിയായി ഏദൻ തോട്ടത്തിന് വെളിയിൽ ജീവിക്കുമ്പോൾ അവനുണ്ടായരായ കയ്യനും ഹാബേലും. പ്രിയപ്പെട്ടവരെ, അത് അവിശ്വാസം നിന്നുണ്ടായതാണ്, ദൈവമായുള്ള ബന്ധത്തിലല്ല. വളരെ വ്യക്തമായ വേദപുസ്തകം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയായ ദൈവം മനുഷ്യനോട്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്ന നാളിൽ നീ മരിക്കും. അന്നും കൃത്യമായി ദൈവം വചനം കൊടുത്തിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയായ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൈപ്പണിയായ മനുഷ്യനോട് അന്ന് ദൈവം പറഞ്ഞു, നിനക്ക് ഈ അവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ വചനമനുസരിക്കണം, കൽപ്പനയനുസരിക്കണം. അന്നേ നിയമമുണ്ട്, അന്നേ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. ദൈവത്തെപ്പോലെ തന്നെ സൃഷ്ടിച്ചതായ മനുഷ്യന് ദൈവം കൊടുത്ത കൽപ്പനയാണ്,
ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, സ്വാതന്ത്ര്യം കൊടുത്തു. എന്നാൽ ഈ തോട്ടത്തിന് നടുവിലുള്ള നന്മതിന്മകളെക്കുറിച്ച്, അറിവിൻ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവവചനമെല്ലാം ആ മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി കരുതുന്ന വചനങ്ങളാണ്. ദൈവം എപ്പോഴും ആത്മാവിനെയാണ് കരുതുന്നത്. ആത്മാവിനാണ് വില. ഒരു മനുഷ്യനുള്ള പ്രത്യേകതയും അത് തന്നെയാണ്. മനുഷ്യന് വേണ്ടി ദൈവം ഈ ഭൂമിയിലുണ്ടാക്കിയ സകലത്തെയും, ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുള്ള സകല ജീവജാലങ്ങളെയും മനുഷ്യന് വേണ്ടി ദൈവം കൊടുത്തു. എന്നാൽ മനുഷ്യനെ ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു. അതുകൊണ്ട് ബാക്കി സകല ജീവജാലങ്ങളെക്കാളും അധികമായി ദൈവത്തിൻ്റെ ആത്മാവിനെ അവൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ദൈവാത്മാവ് വസിക്കുന്നവനാണ് മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ആരാണ് മനുഷ്യൻ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ആരാണ്? അവൻ ദൈവാത്മാവിലാൽ നടത്തപ്പെടുന്നവനാണ്. അവൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. സംശയിക്കണ്ട. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. വേദപുസ്തകത്തിൽ എവിടെയെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ലക്ഷ്യം മാറിപ്പോയോ? ആറാമത് ദൈവം കൊടുത്തതായ കൽപ്പന, അതിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, കൃത്യമായി ദൈവം പറഞ്ഞു കൊടുത്തു. ദൈവമക്കളെ, അവൻ ഏദൻ തോട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്ത് പറ്റി? ആദാമില്ലാത്ത സമയത്ത് ഹവ്വയുടെ അരികിലേക്ക് സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ കടന്നു വന്നു. ഒരു സ്നേഹിതരെ പോലെ കടന്നു വന്നു. അതാണ് സാത്താൻ്റെ പണി. അത് ഇന്നുമുണ്ട്, ഈ തലമുറയിലുമുണ്ട്. വിശ്വാസികളുടെ ഇടയിലേക്ക് സാത്താൻ കടന്നു വരുന്നു. സാത്താന് ശരീരമില്ല. അവൻ ഒരു വിശ്വാസിയുടെ മധ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അവൻ ഏതെങ്കിലും മനുഷ്യൻ്റെ ശരീരമെടുത്താണ് വരുന്നത്, ഏതെങ്കിലും മനുഷ്യരായിട്ടാണ് വരുന്നത്. നല്ല സ്നേഹമുള്ളവരെ പോലെ അഭിനയിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. അവൻ നല്ല പരോപകാരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ വന്നു. എന്നാൽ ദൈവം സൃഷ്ടിച്ച ആദാമിന് തുണയായി ദൈവം കൊടുത്ത ആ സ്ത്രീ, അവളുടെ പേര് വേദപുസ്തകത്തിലില്ല. ആദാം അവൾക്ക് ഹൗവ എന്ന് പേരിട്ട്, പക്ഷേ ദൈവം അവളെ ഹൗവ എന്ന് വിളിക്കുന്നില്ല. അവളെ എപ്പോൾ പറഞ്ഞാലും സ്ത്രീ സ്ത്രീ എന്നേ പറയൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മക്കളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണും. ദൈവം ഇതിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടോ? ഉണ്ടാകണമെങ്കിൽ വചനമനുസരിക്കുന്നവനാകണം, ദൈവത്തിന് കീഴ്പ്പെടുന്നവനാണോ? ദൈവത്തിനറിയാം. സ്തോത്രം. ഞാനും നിങ്ങളും അവൻ്റെ സൃഷ്ടികളാണോ? അവൻ സ്വർഗത്തിൽ വസിക്കുന്നു, സത്യമാണ്. മനുഷ്യന് വസിക്കുവാൻ ദൈവം ഭൂമിയെ തന്നിരിക്കുന്നു. നാം ഈ ഭൂമിയിലാണ്, സത്യമാണ്. എന്നാൽ ദൈവം നമ്മൾ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നു, സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഞാനും നിങ്ങളും കൈകാലുകൾ അനക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതെല്ലാം ഓൾറെഡി റെക്കോർഡഡ്, എല്ലാം സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്ത്യനായ ഈ നാളിൽ ഇതെല്ലാം കേൾക്കേണ്ടി വരും. ലോകത്തിലുള്ള സകലമാന മനുഷ്യരും കേൾക്ക്, നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത സകല പ്രവർത്തികളും വിളിച്ചു പറയുന്ന നാളുകൾ വരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, അടിയും കൊണ്ട് പുളിയും കുടിച്ചു. നീ അന്ന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ അന്ന് നിന്റെ മുഴങ്കാലുകൾ മടങ്ങും. അന്ന് യേശുക്രിസ്തു കർത്താവേ എന്ന് നിന്റെ വാഗുടെ നീ ഏറ്റുപറയും, എന്നിട്ട് നരകത്തിലേക്ക് പോവുകയും ചെയ്യും. അതാണോ വേണ്ടത്? അതോ ഇന്ന് തിരിയുവാൻ മനസ്സായി ദൈവം തന്നിരിക്കുന്ന ഈ നല്ല അവസരം തിരിയാമോ? പാപത്തോടെ യാത്ര പറയാമോ? കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെടാമോ? നിനക്ക് പ്രയാസമുള്ള ഒന്നും കർത്താവ് പറയുന്നില്ല. അതിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാൾ നീ മരിക്കും. കൃത്യമായി വചനം കൊടുത്തു. ആരാണ് മരിക്കുന്നത്? വചനം ലംഘിച്ചാൽ ആ നിമിഷം ആത്മാവ് മരിക്കും, വിലപ്പെട്ട ആത്മാവ് മരിക്കും. കർത്താവ് ആത്മാവിന് കൊടുത്ത വില എന്താണ്? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഈ സർവ്വലോകവും നേടിയാലും ഈ ലോകത്തിലെ സകലതും ഒരു മനുഷ്യൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നിങ്ങളെന്തെല്ലാം നേടിയാലും, നിങ്ങളെത്ര സമ്പാദിച്ചാലും, നിങ്ങളെത്ര ഉന്നത സ്ഥാനത്ത് പോയിരുന്നാലും, നിങ്ങൾക്കാരെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലും അന്ത്യനാളിൽ ഒന്നും നിങ്ങൾ കൊണ്ടുപോവുകയില്ല. നഗ്നനായി വന്ന മനുഷ്യൻ നഗ്നനായി തന്നെ പോകും. ഉടുതുണി പോലുമില്ലാതെ ഇവിടുന്ന് പോകും. ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നു? ആത്മാവിന് വേണ്ടി നീ കരുതിയോ? ദൈവവചനം അനുസരിച്ചോ? ഒറ്റ വചനമേ ദൈവം കൊടുത്തുള്ളൂ.
എത്രയോ വിശാലമായ മനോഹരമായ ഏലന്തോട്ടത്തിൽ കാൺമാൻ നല്ലതും തിന്മാൻ രുചിയുള്ളതുമായ വൃക്ഷഫലങ്ങൾ കൊണ്ട് നിറഞ്ഞതായ നിറയെ വൃക്ഷങ്ങൾ. കഴിക്കാൻ രണ്ടുപേരേ ഉള്ളൂ, ആറാമും ഭാര്യയും. എത്ര നിന്നാലും തീരുമോ പ്രിയപ്പെട്ടവർ? സ്തോത്രം. അത്ര സമൃദ്ധമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. ദൈവവചനം അനുസരിക്കുന്ന ദൈവവിതലിന് ദൈവം സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ കൊടുക്കും. സ്തോത്രം. ആ വചനം ലംഘിച്ചത്, ആ വൃക്ഷഫലം തിന്നരുത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് വിശന്നിട്ടാണോ, ആവശ്യമുണ്ടായിട്ടാണോ? മനുഷ്യൻ ദൈവത്തെ വിട്ട് ഇന്നും പോകുന്നത് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, അവൻ്റെ അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം എന്തുകൊണ്ടാണ് പറയുന്നറിയാമോ? അവൻ്റെ ഹൃദയത്തിൽ സാത്താൻ കടന്നുകൂടുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് അത്യാഗ്രഹം, അതുകൊണ്ടാണ് മോഹം, അതുകൊണ്ടാണ് പാപം, അതിൽ നിന്നാണ് പാപത്തിൻ്റെ പ്രവൃത്തികൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരീ സഹോദരങ്ങളെ, ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുമോ? എൻ്റെ മനോഭാവത്തിൽ തെറ്റുവരുന്നത് എൻ്റെ ആത്മാവിൽ കറവന്നിട്ടാണ്, എന്നിൽ പിശാചിൻ്റെ സ്വാധീനമുള്ളത് കൊണ്ടാണ്. നിനക്ക് മനസ്സിലാക്കാൻ മനസ്സുണ്ടോ പ്രിയപ്പെട്ടവർ? അവരോട് പറഞ്ഞിരുന്നു, പക്ഷേ സാത്താൻ്റെ വഞ്ചനയാൽ അവൻ എന്താണ് വഞ്ചിച്ചത്? അവന് ദിനനാൾ നീ മരിക്കുമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന. നിങ്ങൾ മരിക്കയില്ല നിശ്ചയമെന്ന് സാത്താൻ പറഞ്ഞു കൊടുത്തു. പാവപ്പെട്ട മനുഷ്യൻ, വിവേകമില്ലാത്ത സ്ത്രീ, പരിജ്ഞാനമില്ലാത്ത സ്ത്രീ മിണ്ടായിരുന്നവരെയായിരുന്നു. ഭർത്താവ് ഇവിടെ ഇല്ല, അന്യപുരുഷനിവിടെ പ്രവേശനമില്ല, നിങ്ങളിപ്പോൾ മിണ്ടണ്ട, എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ വരിക എന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. സ്തോത്രം. അവൾ മിണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പാപത്തിലേക്കുള്ള ചായ്വിനെ കാണിക്കുന്നു. സാത്താൻ പറഞ്ഞു കൊടുത്തു, ഈ പഴം നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവം അറിയുന്നു. കെണി, നല്ല ഒന്നാന്തരം എരയുടെ അകത്ത് ചൂണ്ടക്കുളത്ത്, അറിഞ്ഞില്ലേ പാവം? സാത്താൻ്റെ വഞ്ചനയാൽ സ്ത്രീയും സ്ത്രീയുടെ സ്വാധീനത്തിൽ ആദാമും പാപം ചെയ്തു. രണ്ടുപേരും ആത്മാവിൽ മരിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ തേജസ്സും പോയി ഒറ്റ പാപം ചെയ്തപ്പോൾ. വചനം കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ ഈ ജീവനിലോ എൻ്റെ അകത്ത് ആത്മാവ് സജീവമോ? ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാറുണ്ടോ? ആത്മാവാണോ അതിൻ്റെ കൈപിടിച്ച് വഴി നടത്തുന്നത്? വിശദാംശത്തിൽ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിലുണ്ടോ? ഉറ്റ സഖിയായ അവൻ്റെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. സ്തോത്രം. അന്നും പ്രതികൂലമുണ്ടായിരുന്നു. നോഹയുടെ കാലത്ത് ലോകത്തുള്ളവരെല്ലാം അവിശ്വാസികളായിരുന്നു, ദുഷ്ടന്മാരായിരുന്നു. അവർ പറഞ്ഞു വന്നത്, അന്ന് ശേത്തൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കൾ, എന്നാൽ കയീൻ്റെ മക്കൾ മനുഷ്യൻ്റെ മക്കൾ. സ്തോത്രം. കയീന് ശാപഗ്രസ്തനായിപ്പോയി. ആദാമുവായും പാപം ചെയ്തു, അതുമൂലം ഭൂമി ശപിക്കപ്പെട്ടു. എന്നാൽ ശപിക്കപ്പെട്ടതായ ഭൂമിയിൽ അവരുടെ ആദ്യത്തെ സന്തതിയായ കയീൻ ദുഷ്ടനെന്നുള്ളവനായി സഹോദരനെ കൊന്നുവെന്ന് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ കൃത്യമായി പറയുന്നു. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നു. നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ? അതവൻ്റെ ആത്മാവിനെ കൊന്നുകൊണ്ടിരിക്കുകയാണോ? നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ വാക്കുകൾ കൊണ്ട്, നിന്റെ പെരുമാറ്റം കൊണ്ട്, നിന്റെ ഇടപെടൽ കൊണ്ട് ദൈവസ്നേഹം മറ്റുള്ളവർ കാണുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കൂ. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി ജനിച്ചുവെന്ന് നാം വേദോസ്തത്തിൽ കണ്ടു കഴിഞ്ഞു. ആ കയീൻ, നന്മയില്ലാത്ത കയീൻ, അവൻ ആരാൻ പറഞ്ഞു കൊടുത്തു? കയീനെയും അവൻ്റെ സഹോദരനായ ഹാബേലിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, ദൈവം പ്രസാദിക്കാൻ വഴിപാട് കഴിച്ചോണം. വഴിപാടിലാണ് ദൈവം പ്രസാദിക്കുന്നത്. കയീൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായിരുന്നു. കയീൻ കൃഷിയിൽ നിന്ന് വഴിപാട് കഴിച്ചു. ഹാബേൽ തൻ്റെ ഊനമില്ലാത്ത കുഞ്ഞാടിനെ കൊണ്ടുവന്ന് യാഗം കഴിച്ചു. നാം വായിക്കുന്നു, രണ്ടുപേരും വഴിപാട് അർപ്പിച്ചു. എന്നാൽ ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. എന്തുകൊണ്ട്? കയീൻ അവിശ്വാസിയായിരുന്നു, ഹാബേൽ വിശ്വാസിയായിരുന്നു. സ്തോത്രം. അന്നത്തെ കാലത്ത് വഴിപാട് കഴിച്ചാൽ ദൈവം പ്രസാദിച്ചോലേ എന്നറിയുന്നത് വഴിപാടിൽ, യാഗപീഠത്തിൽ തീയിറങ്ങും. ഹാബേലിൻ്റെ യാഗത്തിൽ തീയിറങ്ങി, കയീൻ്റെ യാഗത്തിൽ തീയിറങ്ങിയില്ല.
പ്രത്യക്ഷമായ അടയാളം. കയ്യിനത് കണ്ടു. എന്നിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു. തിരുത്താനല്ല നോക്കിയത്. അവിടെയാണ് കുഴപ്പം. കയ്യൻ ദൈവം ക്ഷമിച്ചു കൊടുത്തേനെ. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട കയ്യൻ, അവിശ്വാസിയായ കയ്യൻ, എൻ്റെ സ്ഥിതി ഇത്താണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവൻ തിരിഞ്ഞാൽ മതിയായിരുന്നു. അവിശ്വാസത്തോടെ യാത്ര പറഞ്ഞാൽ മതിയായിരുന്നു. സൃഷ്ടാവായ ദൈവം അവനോട് കൃത്യമായി ഇടപെട്ടതാണ്. കയ്യനെ നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം വാടുന്നതെന്ത്? ദൈവാത്മാവകത്തില്ലെങ്കിൽ മുഖം വാടും. ഉള്ളിൽ കോപം വരും. കോപത്തിൻ്റെ ആത്മാവകത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യം തിരിച്ചറിയുമോ? നമുക്ക് നമ്മെ തന്നെ തിരുത്താം. ഈ വൈകിയ വേളയിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താം. നമ്മുടെ കർത്താവിനോട് നമുക്കൊരു വാക്ക് പറയാം. കർത്താവേ, മഹാഭാവിയായ, നിന്റെ മണ്ണായ, ഹീനമനുഷ്യനായ, നന്മയുടെ കണിക പോലുമില്ലാത്ത ഞാൻ എന്നെ തന്നെ ഇപ്പോൾ തൃപ്പാദത്തിലേക്ക് തരുന്നു. എൻ്റെ ആത്മശരീര മനസ്സുകളെ തൃപ്പാദത്തിൽ ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു. സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണം. തിരുത്തത്താൽ ഞങ്ങളെ കഴുകണമേ, ആളാമൃത ശുദ്ധീകരിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ, മാനവും മോഹത്തോടെ നേടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.